Hi, I am Rojas Jose, Managing Director of Alpha Academy and Genius Integrated School, Alappuzha. 2024 NEET examination base ചെയ്തിട്ട് All India Counseling ന്റെ MBBS ന്റെയും BDS ന്റെയും സെക്കൻഡ് റൗണ്ടിന്റെ ചോയ്സ് ഫില്ലിംഗ് ഇന്നലെ 7th മുതൽ സ്റ്റാർട്ട് ചെയ്തു. നമുക്കറിയാം ഒരു ദിവസം വൈകിയാണ് ചോയ്സ് ഫില്ലിംഗ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഒരു ദിവസം കൂടെ എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടും എന്ന് വിചാരിച്ച് നാം വെയിറ്റ് ചെയ്യാൻ പാടില്ല. ഓൾ ഇന്ത്യ കൗൺസിലിങ്ങിലൂടെ ഇന്ത്യ മുഴുവനുള്ള MBBS ന്റെയും BDS ന്റെയും നമുക്കറിയാം AFMC കഴിഞ്ഞു. ഇനി വരുന്ന എയിംസ്, ജിപ്മർ, ഇന്ത്യ മുഴുവനുള്ള ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകൾ, ഗവൺമെൻറ് ഡെൻ്റൽ ക്യാമ്പസുകൾ, ഇതിൻ്റെ തന്നെ ഡീംഡ് യൂണിവേഴ്സിറ്റികൾ, ഈ മുഴുവൻ ക്യാമ്പസുകളുടെയും ഒരു അഡ്മിഷൻ ലഭിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ നിർബന്ധമായും സെക്കൻഡ് റൗണ്ടിൽ പങ്കെടുത്തിരിക്കണം. ഇനി സെക്കൻഡ് റൗണ്ട് എന്ന് പറയുന്നത് ഒരു അലോട്ട്മെൻറ്റ് പ്രോസസ്സിങ്ങിൻ്റെ ഒരു ടേണിംഗ് പോയിൻ്റ് ആണ്, അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റൗണ്ട് എന്ന് നമുക്ക് വേണേൽ പറയാം. കാരണം ഈ റൗണ്ടിൽ ശ്രദ്ധിക്കേണ്ട ഒത്തിരി കാര്യങ്ങളുണ്ട്. ഏറ്റവും പ്രാധാന്യത്തോടെ ഈ ചോയ്സ് ഫില്ലിങ്ങിൽ നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് എന്തൊക്കെയാണെന്നാണ് നമ്മളിപ്പോൾ ചിന്തിക്കാൻ പോകുന്നത്. നമുക്കറിയാം ഇപ്പോൾ ഈ ഓൾ ഇന്ത്യ കൗൺസിലിങ്ങിൻ്റെ സെക്കൻഡ് റൗണ്ട് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന ഈ സമയത്ത് തന്നെ ബാക്കിയുള്ള അതർ സ്റ്റേറ്റുകളുടെ ഫസ്റ്റ് റൗണ്ട് കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ കേരളത്തിൻ്റെ MBBS ന്റെയും BDS ന്റെയും ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കഴിഞ്ഞു. ഇപ്പോൾ അലൈഡ് കോഴ്സുകളുടെ തുടങ്ങിക്കഴിഞ്ഞു. ഓൾ ഇന്ത്യ വെറ്റിനറിയുടെ അലോട്ട്മെൻറ്റ് ഫസ്റ്റ് റൗണ്ട് ചോയ്സ് ഫില്ലിംഗ് നടക്കുന്നു. അഗ്രികൾച്ചറിൻ്റെ കഴിഞ്ഞു, ആയുഷിൻ്റെ നടക്കുന്നു. ഇങ്ങനെ എല്ലാ കൗൺസിലിംഗ് പ്രോസസ്സിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് നമുക്ക് ഈ ഓൾ ഇന്ത്യ കൗൺസിലിങ്ങിൻ്റെ സെക്കൻഡ് റൗണ്ടിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഇതാണ് നാം നോക്കുന്നത്. ഇനി ഫസ്റ്റ് റൗണ്ട് നമ്മൾ ചോയ്സ് ഫില്ല് ചെയ്തപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണോ ചെയ്തത് ആ കാര്യങ്ങളിലേക്ക് നമുക്കൊന്ന് പോകാം. ഫസ്റ്റ് റൗണ്ടിൽ നമുക്കറിയാം ഒരു രജിസ്ട്രേഷൻ പ്രോസസ്സിംഗ് ഉണ്ടായിരുന്നു. നമ്മൾ ഫീ പേ ചെയ്ത് 10,000 5,000 നമ്മൾ ഫീസ് പേ ചെയ്തിട്ടാണ് ഫസ്റ്റ് റൗണ്ട് രജിസ്ട്രേഷൻ പ്രോസസ്സിങ്ങിൽ പങ്കെടുത്തത്. ഇനി ഫസ്റ്റ് റൗണ്ട് രജിസ്ട്രേഷൻ പ്രോസസ്സിങ്ങിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾക്ക് സെക്കൻഡ് റൗണ്ടിൽ ഇനി ഒരു രജിസ്ട്രേഷൻ ഫീസ് അടക്കേണ്ട കാര്യമില്ല. കാൻഡിഡേറ്റ് ലോഗിനിലൂടെ നമുക്ക് എൻ്ററായി നമുക്ക് രജിസ്ട്രേഷൻ പ്രോസസ്സിങ് ചോയ്സ് ഫില്ലിങ്ങിലേക്ക് മുന്നോട്ട് പോകാം. ഇനി ചോയ്സ് ഫില്ലിങ്ങിലേക്ക് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഇവിടെ പുതിയതായിട്ട് നമുക്ക് ആവശ്യമുള്ള ക്യാമ്പസുകളും കോഴ്സുകളും എല്ലാം തന്നെ നാം എൻട്രി ചെയ്യണം. നമുക്ക് ഈ NTA വെബ്സൈറ്റിലേക്ക് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ പുതിയ നോട്ടിഫിക്കേഷനായിട്ട് 1-2 കാര്യങ്ങളാണ് വന്നിരിക്കുന്നത്. പുതിയ സീറ്റുകൾ എന്തെങ്കിലും അനുവദിച്ചിട്ടുണ്ടോ? ഈ വർഷം പുതിയതായിട്ട് ഫസ്റ്റ് റൗണ്ടിൽ ഇല്ലാത്തതായിട്ട് പുതിയ ഗവൺമെൻറ് സീറ്റുകളൊന്നും തന്നെ കൂടിയിട്ടില്ല. ഇനി വിർച്വൽ സീറ്റിൻ്റെ അവൈലബിലിറ്റി എന്താണ്? അതായത് സെക്കൻഡ് റൗണ്ടിൽ ഏതൊക്കെ സീറ്റുകളിലേക്കാണ് ഇപ്പോൾ നമ്മുടെ റാങ്ക് അനുസരിച്ചിട്ടുള്ള സീറ്റ് അവൈലബിലിറ്റി, എത്ര സീറ്റുകളുണ്ട് എന്നുള്ളതിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഫസ്റ്റ് റൗണ്ടിൽ എവിടം വരെയുള്ള സീറ്റുകളാണ് ഇപ്പം ഫില്ല് ചെയ്തിരിക്കുന്നതെന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസ് വന്നിട്ടുണ്ട്, ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് വന്നിട്ടുണ്ട്. പക്ഷേ സെക്കൻഡ് റൗണ്ടിൽ ഞാൻ പറയും, സെക്കൻഡ് റൗണ്ടിൽ പങ്കെടുക്കുന്ന സമയത്ത് ഫസ്റ്റ് റൗണ്ടിൽ എവിടം വരെ കിട്ടിയിട്ടുണ്ട് ഇതൊന്നും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. നമുക്ക് ഫസ്റ്റ് റൗണ്ടിൽ ഒരു ക്യാമ്പസ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ ആ ക്യാമ്പസിൽ നാം ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കത് അഡ്മിഷൻ ആയിക്കഴിഞ്ഞു. ഓൾ ഇന്ത്യ വൈസ് ഒരു അലോട്ട്മെൻറ്റ് ലഭിച്ചു. എനിക്ക് അത് കേരളത്തിലോ കേരളത്തിന് പുറത്തോ നമുക്ക് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ക്യാമ്പസ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളവിടെ ക്യാമ്പസിൽ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ സീറ്റിൻ്റെ കാര്യത്തിനകത്ത് നമുക്ക് പഠിക്കാനുള്ളൊരു കോഴ്സ് ലഭിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ ലഭിച്ചിട്ടും ഫ്രീ എക്സിറ്റ് എടുത്തവരുണ്ട്. എനിക്ക് ആ കോഴ്സിൽ താല്പര്യമില്ല, ഞാൻ കേരളയുടെ അലോട്ട്മെൻറ്റ് പ്രോസസ്സിങ്ങിൽ പങ്കെടുക്കുകയാണ്, ഇല്ലെങ്കിൽ സെക്കൻഡ് റൗണ്ടിലേക്ക് എനിക്ക് മുന്നോട്ട് പോകേണ്ട ആവശ്യമുണ്ട്. ഫ്രീ എക്സിറ്റ് എടുത്ത ധാരാളം കുട്ടികളുണ്ട്. അപ്പോൾ ഫ്രീ എക്സിറ്റ് എടുത്ത കുട്ടികളാണെങ്കിലും ഒരു അലോട്ട്മെൻറ്റ് ലഭിച്ച് ഒരു കോളേജിൽ ജോയിൻ ചെയ്ത കുട്ടികളാണെങ്കിലും ജോയിൻ ചെയ്ത കുട്ടികളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇനി സെക്കൻഡ് റൗണ്ടിൽ പങ്കെടുക്കുമ്പോൾ നമുക്ക് ലഭിച്ചതിനേക്കാൾ മികച്ച ഒരു ക്യാമ്പസോ കോഴ്സോ മാത്രമേ എൻട്രി ചെയ്യാൻ പാടുള്ളൂ. ഇപ്പോൾ ഫസ്റ്റ് റൗണ്ടിൽ നമുക്കൊരു MBBS ലഭിച്ചു, നമ്മൾ അറിയാതെ തെറ്റി സെക്കൻഡ് റൗണ്ടിൽ BDS കൊടുത്തു. BDS സെക്കൻഡ് റൗണ്ടിൽ ലഭിച്ചാൽ പിന്നെ നമുക്ക് തിരിച്ച് MBBSലേക്ക് പോകാൻ സാധിക്കത്തില്ല. അപ്പോൾ സെക്കൻഡ് റൗണ്ട് എന്ന് പറയുന്നത് നമുക്ക് ഉറപ്പായിട്ടും ക്യാമ്പസിൽ ജോയിൻ, അവിടെ ഒരു ഫ്രീ എക്സിറ്റ് ഇല്ല. ഇനി സെക്കൻഡ് റൗണ്ടിൽ നമുക്കൊരു കോഴ്സ് നമ്മൾ ആവശ്യപ്പെട്ടു, ഒരു ക്യാമ്പസ് ആവശ്യപ്പെട്ടിട്ട് നമുക്കൊരു കോഴ്സോ ക്യാമ്പസോ ലഭിച്ചു എന്നിരിക്കട്ടെ, ലഭിച്ചെങ്കിൽ നമുക്കിനി ജോയിൻ ചെയ്യാതിരിക്കാൻ പറ്റില്ല. ജോയിൻ ചെയ്യാതിരുന്നാൽ നമ്മൾ അടച്ച രജിസ്ട്രേഷൻ ഫീസ് അത് 10,000 5,000 എത്രയാണോ അത് നമുക്ക് നഷ്ടപ്പെടും. തേർഡ് റൗണ്ടിൽ പങ്കെടുക്കാൻ സാധിക്കുമോ? തേർഡ് റൗണ്ടിൽ പങ്കെടുക്കാം. പുതിയതായിട്ട് രജിസ്ട്രേഷൻ ഫീസ് അടച്ച് തേർഡ് റൗണ്ടിൽ പങ്കെടുക്കണം. അപ്പോൾ സെക്കൻഡ് റൗണ്ടിൽ ഒരു ക്യാമ്പസോ കോഴ്സോ ലഭിച്ചു കഴിഞ്ഞാൽ നിർബന്ധമായും കോഴ്സിൽ ജോയിൻ ചെയ്തിരിക്കണം. ജോയിൻ ചെയ്യാത്ത വിദ്യാർത്ഥികൾക്ക് അവരുടെ രജിസ്ട്രേഷൻ ഫീസ് നഷ്ടപ്പെടുകയും ചെയ്യും. ഇനി സെക്കൻഡ് റൗണ്ടിൽ ഒരു ക്യാമ്പസിൽ നമുക്ക് ജോയിൻ ചെയ്തതിന് ശേഷം
നമുക്ക് വേറെ കോഴ്സുകളിലേക്ക് വേറെ അലോട്ട്മെൻറ്റ്, കേരളയുടെ സ്റ്റേറ്റിൻ്റെ അലോട്ട്മെൻറ്റ് നടക്കുന്നു, അല്ലെങ്കിൽ മറ്റുള്ള അലോട്ട്മെൻറ്റുകൾ നടക്കുന്നു, അങ്ങോട്ടൊക്കെ മാറാൻ പറ്റുമോ? മാറാൻ പറ്റില്ല. സെക്കൻഡ് റൗണ്ടിൽ ഒരു കോഴ്സ് ലഭിച്ചു കഴിഞ്ഞാൽ ആ ക്യാമ്പസിൽ തന്നെ നാം കണ്ടിന്യൂ ചെയ്യണം. അവിടെ തന്നെ നമ്മൾ പഠനം മുന്നോട്ട് പോകണം. സെക്കൻഡ് റൗണ്ടിൽ ഒരു കോഴ്സിനോ കോളേജിലോ പോയി ജോയിൻ ചെയ്ത് ഡോക്യുമെൻറ്റ്സ് എല്ലാം സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ സ്റ്റേറ്റിൻ്റെ അലോട്ട്മെൻറ്റ് പ്രോസസ്സിങ്ങിൽ നമ്മളെ പങ്കെടുപ്പിക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ സെക്കൻഡ് റൗണ്ടിൽ എന്ന് പറയുന്നത് ഏറ്റവും പ്രാധാന്യമുള്ളതാണ്. ഒരു കോഴ്സിൽ നിന്ന് നമുക്ക് വെറുതെ ക്വിറ്റ് ചെയ്യാൻ സാധിക്കത്തില്ല. കോഴ്സിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മാറാൻ പറ്റത്തില്ല. അപ്പോൾ സെക്കൻഡ് റൗണ്ടിൽ ജോയിൻ ചെയ്യുന്ന ഒരു കുട്ടിക്ക് തേർഡ് റൗണ്ടിൽ ഹയർ ഓപ്ഷനിലേക്ക് പോകാൻ പറ്റുമോ? അത് സാധിക്കും. സെക്കൻഡ് റൗണ്ടിൻ്റെ തന്നെ ഓൾ ഇന്ത്യയുടെ തന്നെ തേർഡ് റൗണ്ടിൽ പിന്നീട് നമുക്ക് പങ്കെടുക്കാം. അതിനേക്കാൾ മികച്ച ക്യാമ്പസിന് ഓപ്ഷൻസ് കൊടുത്ത് നമുക്ക് തേർഡ് റൗണ്ടിൽ പങ്കെടുക്കാം. അല്ലാതെ ഒരു കോഴ്സ് ലഭിച്ചതിന് ശേഷം എനിക്കൊരു ഫ്രീ എക്സിറ്റ് ഓപ്ഷൻ എടുത്തിട്ട് പോകാൻ പറ്റില്ല. അവിടെ നിർബന്ധമായും കോഴ്സിൽ പഠിക്കുക എന്നുള്ളതാണ് സെക്കൻഡ് റൗണ്ടിൽ ചെയ്യേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓൾ ഇന്ത്യയുടെ സെക്കൻഡ് റൗണ്ട് എന്ന് പറയുന്നത് ഏറ്റവും പ്രാധാന്യത്തോടൊരു വിദ്യാർത്ഥി ചെയ്യേണ്ട ചോയ്സ് ഫില്ലിംഗ് ആണ്. നമുക്ക് എങ്ങനെയാണ് ഈ ചോയ്സ് ഫില്ല് ചെയ്യേണ്ടത്? ഫസ്റ്റ് റൗണ്ടിൽ കൊടുത്തിരിക്കുന്ന മുഴുവൻ ഓപ്ഷൻസും ഡീറ്റെയിൽസും എല്ലാം അവിടെ ഉണ്ടാവും. നമുക്കതിനെ റീസെറ്റ് ചെയ്യാൻ സാധിക്കും. എന്താണ് റീസെറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ, നമ്മൾ ആദ്യത്തെ അലോട്ട്മെൻറ്റ് പ്രോസസ്സിങ് പങ്കെടുത്തപ്പോൾ ഞാനൊരു ഗവൺമെൻറ് സീറ്റുകളും ESI കോട്ടയും മാത്രമാണ് അപ്ലൈ ചെയ്തത്. ആ സമയത്ത് ഡീംഡ് യൂണിവേഴ്സിറ്റിയിൽ എനിക്ക് പങ്കെടുക്കണം എന്ന് ഞാൻ ഓപ്ഷൻ കൊടുത്തിട്ടില്ലായിരുന്നു. അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് ആദ്യം 10,000 ആണ് നമ്മൾ ഫീസ് അടച്ചിരുന്നത്. അപ്പോൾ റീസെറ്റ് ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഡീംഡിലും എന്നെ കൺസിഡർ ചെയ്യണമെന്ന് നമുക്ക് സെലക്ട് ചെയ്തതിന് ശേഷം അതിന് വരുന്ന എക്സ്ട്രാ ഫീസ് നമുക്കറിയാം. ഒരു ഡീംഡും കൂടെ നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 2 ലക്ഷം രൂപയാണ് രജിസ്ട്രേഷൻ ഫീസായിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ അടച്ചിരിക്കുന്ന ഫീസ് എത്രയാണോ അതിൻ്റെ കൂടെ ഈ ഡീംഡിന് വേണ്ടി വരുന്ന അഡീഷണൽ ഫീസും കൂടെ റെമിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ ഡീംഡിൻ്റെ ക്യാമ്പസിലേക്ക് വേണേലും ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യാം. അപ്പം റീസെറ്റ് ഓപ്ഷൻ നമുക്കുണ്ട്. റീസെറ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മൾ ഫസ്റ്റ് റൗണ്ടിൽ നമ്മൾ സെലക്ട് ചെയ്യാതിരുന്ന സെക്ടറിലേക്കും എന്നെ കൺസിഡർ ചെയ്യണം എന്ന് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് റൗണ്ടിൽ കൊടുത്തിരുന്ന ഓപ്ഷൻസിനെ ചേഞ്ച് ചെയ്തിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് സെക്കൻഡ് റൗണ്ട് വേണ്ടത്. ഇനി സെക്കൻഡ് റൗണ്ടിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഇതിനോടൊപ്പം തന്നെ ഒരു കാര്യമുണ്ട്. നമ്മൾ കഴിഞ്ഞ വർഷം 2023 ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് വെച്ച് കുട്ടികൾക്ക് അഡ്മിഷൻ ലഭിച്ച ക്യാമ്പസുകളും കോഴ്സുകളും ഏതൊക്കെയാണ്, അല്ലെങ്കിൽ ഫസ്റ്റ് റൗണ്ടിൽ ഏതൊക്കെ കോഴ്സുകളും ക്യാമ്പസുകളും വരെയാണ് വിദ്യാർത്ഥികൾ ലഭിച്ചിരിക്കുന്നത്, കാറ്റഗറി വൈസ് എവിടം വരെയാണ് ലഭിച്ചിരിക്കുന്നത്, ഇതൊന്നും ഒരു കാൻഡിഡേറ്റും സെക്കൻഡ് റൗണ്ടിൽ ചോയ്സ് ഫില്ല് ചെയ്യുന്ന സമയത്ത് നോക്കാൻ പാടില്ല. നമ്മുടെ റാങ്ക് എത്രയും ആകട്ടെ, നമുക്ക് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും മികച്ച ക്യാമ്പസുകൾ, അത് എയിംസും ജിപ്മറും ഇന്ത്യയിലെ ടോപ്പ് മോസ്റ്റ് ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകളും, അതും തന്നെ നമ്മുടെ പ്രയോറിറ്റി കേരള സ്റ്റേറ്റ് ആണെങ്കിൽ നമ്മുടെ സ്റ്റേറ്റിൻ്റെ സീറ്റുകളും, ദെൻ ഇതിന് ശേഷം നമുക്ക് ഗവൺമെൻറ് സീറ്റുകൾ നമ്മുടെ നിയർ ബൈ സ്റ്റേറ്റുകളായ തമിഴ്നാടോ കർണാടകയോ ആന്ധ്രയോ തെലുങ്കാനയോ ഒക്കെ ലഭിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതുപോലുള്ള സ്റ്റേറ്റുകളും ഒക്കെ സെലക്ട് ചെയ്ത് നമുക്കിഷ്ടമുള്ള പ്രയോറിറ്റി ഓർഡറിൽ ഓപ്ഷൻ കൊടുത്തിരിക്കണം. കാരണം ഇവിടെ നമുക്കുള്ള അർഹത നോക്കി, നമുക്കുള്ള കാറ്റഗറി വൈസ് ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് നോക്കി അങ്ങനെയല്ല, പകരം നമ്മൾ കൊടുത്തിരിക്കുന്ന പ്രയോറിറ്റി ഓർഡർ അനുസരിച്ചാണ് എൻട്രൻസ് കമ്മീഷണർ നമുക്ക് വേണ്ടിയിട്ട് അലോട്ട്മെൻറ്റിന് വേണ്ടിയിട്ട് കൺസിഡർ ചെയ്യുക. അപ്പം നമ്മൾ ചോദിക്കാത്ത ഒരു മികച്ച ക്യാമ്പസിൽ ഒരു ഒഴിവുണ്ടെങ്കിൽ ഒരിക്കലും നമ്മെ കൺസിഡർ ചെയ്യത്തില്ല. അപ്പം നമ്മെ കൺസിഡർ ചെയ്യണമെങ്കിൽ ഏറ്റവും മികച്ച ക്യാമ്പസുകൾ പ്രയോറിറ്റി ഓർഡറിൽ നാം സബ്മിറ്റ് ചെയ്തിരിക്കണം. ഇതാണ് സെക്കൻഡ് റൗണ്ടിൽ ഏറ്റവും പ്രാധാന്യമുള്ളത്. ഇനി സെക്കൻഡ് റൗണ്ടിൽ ഒരു ക്യാമ്പസ് ലഭിക്കാൻ വേണ്ടിയാണല്ലോ നമ്മൾ കൊടുക്കുന്നത്. ഇപ്പോൾ ചില പേരൻസ് ഒക്കെ വിളിച്ച് ചോദിക്കുന്ന ചോദ്യങ്ങളുണ്ട്. ഞാൻ സെക്കൻഡ് റൗണ്ടിൽ ഒരു കോഴ്സ് ലഭിച്ചിട്ട് ജോയിൻ ചെയ്യാതിരുന്നാൽ കുഴപ്പമുണ്ടോ? അങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കാൻ പാടില്ല. ഇവിടെ പ്രത്യേകം പറയാനുള്ളത്, അത് ഓൾ ഇന്ത്യ കൗൺസിലിങ്ങിലെന്നല്ല, സ്റ്റേറ്റ് കൗൺസിലിങ്ങിലെന്നല്ല, ഇനി അലൈഡ് കോഴ്സുകളുടെ ആവട്ടെ, അതർ സ്റ്റേറ്റിൻ്റെ അലോട്ട്മെൻറ്റ് പ്രോസസ്സിംഗ് ആവട്ടെ, നമ്മൾ എപ്പോഴും ഓപ്ഷൻ കൊടുക്കുമ്പോൾ ഞാൻ ചോദിച്ചതിനെ ബേസ് ചെയ്തിട്ട് മാത്രമാണ് എൻട്രൻസ് കമ്മീഷണർ നമുക്കൊരു ക്യാമ്പസോ കോഴ്സ് അലോട്ട് ചെയ്യുന്നത്. അത് വെറുതെ നമുക്ക് വേണ്ടിയിട്ട് നമ്മുടെ റാങ്ക് നോക്കിയിട്ട് എൻട്രൻസ് കമ്മീഷണർ ഇന്ത്യ മുഴുവനുള്ള കോളേജുകളിൽ നിന്നും ഏതെങ്കിലും ഒരു സീറ്റ് നമുക്ക് വേണ്ടി തരികയല്ല. മറിച്ച് എനിക്ക് പഠിക്കാൻ ആഗ്രഹമുണ്ടെന്ന് ഞാൻ സബ്മിറ്റ് ചെയ്തിരിക്കുന്ന ലിസ്റ്റിൽ നിന്ന് മാത്രമാണ് എൻട്രൻസ് കമ്മീഷണർ അലോട്ട് ചെയ്യുന്നത്. അപ്പം നമുക്ക് ഒരു അലോട്ട് ചെയ്താൽ
അത് നമ്മൾ കൊടുത്തിരിക്കുന്ന ഓർഡറിൽ ഇപ്പം 10th വൺ ആയിരിക്കാം, 50th വൺ ആയിരിക്കാം, 100th വൺ ആയിരിക്കാം, എത്രയും ആവട്ടെ, നമുക്ക് എൻട്രി ചെയ്തിരിക്കുന്ന ഒരു കോഴ്സോ കോളേജോ എൻട്രൻസ് കമ്മീഷണർ അലോട്ട് ചെയ്താൽ ആ ക്യാമ്പസിൽ ഞാൻ പോയി പഠിക്കും, അത് ഏത് സ്റ്റേറ്റിലാണെങ്കിലും പോയി പഠിക്കുമെന്ന് നമുക്ക് ഉറപ്പുള്ള ക്യാമ്പസുകളും കോഴ്സുകളും മാത്രമേ ചോയ്സ് ഫില്ലിങ്ങിൽ നാം സബ്മിറ്റ് ചെയ്യാൻ പാടുള്ളൂ. ഇതാണ് ഏറ്റവും പ്രാധാന്യത്തോടെ നോക്കേണ്ട ഒരു കാര്യം. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ മാർക്കിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ട, നമ്മുടെ റാങ്കിനെ കുറിച്ച് നമ്മൾ തിങ്ക് ചെയ്യേണ്ട. ഓൾ ഇന്ത്യ കൗൺസിലിങ്ങിലൂടെ ഇന്ത്യ മുഴുവനുള്ള MBBSൻ്റെയും BDSൻ്റെയും ഗവൺമെൻറ് സീറ്റുകളോ അതുപോലെ ഡീംഡ് യൂണിവേഴ്സിറ്റികളുടെ ക്യാമ്പസിലെ ഒരു സീറ്റോ ഏതെങ്കിലും ഒരു സീറ്റ് വിദ്യാർത്ഥികൾക്ക് ലഭിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിർബന്ധമായും ഓൾ ഇന്ത്യ കൗൺസിലിങ്ങിൻ്റെ സെക്കൻഡ് റൗണ്ടിൽ പങ്കെടുക്കുക, കൃത്യമായിട്ട് ഓപ്ഷൻ കൊടുക്കുക. അലോട്ട്മെൻറ്റിൽ ഒരു കോളേജ് ലഭിച്ചാൽ നാം ജോയിൻ ചെയ്യുക. ഇനി ജോയിൻ ചെയ്യാതിരുന്നാൽ നമ്മുടെ ഈ അടച്ച രജിസ്ട്രേഷൻ ഫീസൊക്കെ നഷ്ടപ്പെടും. ഇനി അലോട്ട്മെൻറ്റ് ലഭിച്ചു, നമുക്ക് കേരളത്തിലൂടെ ഒരു നല്ല കോഴ്സ് ലഭിച്ചിട്ടുണ്ട് എങ്കിൽ നമുക്ക് ഇങ്ങോട്ട് പോരാം, പക്ഷെ അവിടുത്തെ രജിസ്ട്രേഷൻ ഫീസ് പോകുമെന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ കേരള വഴിയുള്ള അലോട്ട്മെൻറ്റ് എടുക്കാം. ഓൾ ഇന്ത്യ വഴി ഇനി ഒരു അലോട്ട്മെൻറ്റ് നമ്മൾ ലഭിച്ചു, കോളേജിൽ പോയി ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ സ്റ്റേറ്റ് വൈസ് ഉള്ള അലോട്ട്മെൻറ്റ് പ്രോസസ്സിങ് നമ്മെ പങ്കെടുപ്പിക്കത്തില്ല. ഇത്രയും കാര്യങ്ങൾ ഓർത്തുകൊണ്ട് വേണം ഓൾ ഇന്ത്യയുടെ സെക്കൻഡ് റൗണ്ടിങ്ങിൻ്റെ ചോയ്സ് ഫില്ലിങ്ങിൽ പങ്കെടുക്കാൻ. ഇതിനോടൊപ്പം തന്നെ പറയാനുള്ളത്, കേരളത്തിൻ്റെ മെത്തേഡ് നമുക്കറിയാം. ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞു, അഡ്മിഷൻ ലഭിച്ച വിദ്യാർത്ഥികളെല്ലാം നിർബന്ധമായും കോളേജുകളിൽ ജോയിൻ ചെയ്യേണ്ടതായിരുന്നു. ഇനിയിപ്പോൾ 11th കൂടി കേരളയുടെ സെക്കൻഡ് റൗണ്ട് MBBSൻ്റെയും BDSൻ്റെയും സ്റ്റാർട്ട് ചെയ്യും. ആ സമയത്ത് നമുക്ക് ഫ്രഷായിട്ട് ഓപ്ഷൻ സബ്മിറ്റ് ചെയ്യാൻ സാധിക്കത്തില്ല കേരളത്തിന്. ഓൾ ഇന്ത്യയിൽ അങ്ങനെയല്ല, ഫ്രഷായിട്ട് മുഴുവൻ നമ്മൾ സബ്മിറ്റ് ചെയ്യണം. കേരളയിൽ അങ്ങനെ സാധിക്കത്തില്ല. ഫസ്റ്റ് റൗണ്ടിൽ നമ്മൾ കൊടുത്ത ക്യാമ്പസുകളിൽ നിന്നും ഏതെങ്കിലും ഡിലീറ്റ് ചെയ്യുകയോ റീഅറേഞ്ച് ചെയ്യാനേ മാത്രമേ പാടുള്ളൂ. അങ്ങനെ കേരളയുടെ MBBSൻ്റെയും BDSൻ്റെയും സെക്കൻഡ് റൗണ്ട് ഒരു 11th ശേഷം സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു. ഈ സെയിം ടൈമിൽ തന്നെ അലൈഡ് കോഴ്സുകളുടെ ഫസ്റ്റ് റൗണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിന് 9th വൈകുന്നേരം 3 o'clock വരെയാണ് ഫൈനൽ ടൈം തന്നിരിക്കുന്നത്. അലൈഡ് കോഴ്സുകൾ, കേരള സ്റ്റേറ്റിൻ്റെ അലൈഡ് കോഴ്സുകൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഹോമിയോ, ആയുർവേദം, വെറ്റിനറി, അഗ്രികൾച്ചർ, ഫിഷറീസ്, ഫോറസ്ട്രി, സിദ്ധ, യുനാനി, കോർപ്പറേഷൻ ആൻഡ് ബാങ്കിങ്, BTech ബയോടെക്നോളജി, പൊല്യൂഷൻ ആൻഡ് എൻവിറോൺമെൻറ്റൽ സയൻസ്, ഇതേപോലെ 11 കോഴ്സുകളിലേക്കാണ് കേരളത്തിലെ അലൈഡ് കോഴ്സുകളിലേക്കുള്ള ചോയ്സ് ഫില്ലിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇപ്പം നമുക്ക് MBBSോ BDSോ നമ്മൾ ആഗ്രഹിച്ചൊരു ക്യാമ്പസ് ലഭിച്ചിട്ടില്ല എന്നുള്ള വിദ്യാർത്ഥികൾക്ക് ഈ അലൈഡ് കോഴ്സുകളിലെ അലോട്ട്മെൻറ്റ് പ്രോസസ്സിങ്ങിലേക്ക് നമുക്ക് സബ്മിറ്റ് ചെയ്യാം. ഓൾ ഇന്ത്യയുടെ സെക്കൻഡ് റൗണ്ടിൻ്റെ റിസൾട്ട് 13th പബ്ലിഷ് ചെയ്യും. 13th പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ 14th 20th ഇൻ ബിറ്റ്വീൻ നമ്മൾ ക്യാമ്പസിൽ ജോയിൻ ചെയ്യേണ്ട ടൈമാണ്. ആ സെയിം ടൈമിൽ തന്നെ കേരളയുടെ അലൈഡ് കോഴ്സിൻ്റെ റിസൾട്ട് വരും. 11th ശേഷം കേരളത്തിൻ്റെ MBBSൻ്റെയും BDSൻ്റെയും സെക്കൻഡ് റൗണ്ട് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഇതെല്ലാം ഏകദേശം പാരലായിട്ട് പോകുന്നതുകൊണ്ട് തന്നെ നമുക്കിതിൽ ഏത് കോഴ്സ് സെലക്ട് ചെയ്യണം, ഞാൻ ഇവിടെ കണ്ടിന്യൂ ചെയ്യണോ അതോ അത് അടുത്ത സ്റ്റേറ്റിലേക്ക് പോകണോ എന്നൊക്കെ തീരുമാനമെടുക്കാൻ കൃത്യമായി പറ്റുന്ന ഒരു സമയത്തിലൂടെയാണ് അലോട്ട്മെൻറ്റ് പ്രോസസ്സിങ് പോകുന്നത്. ഇനി ഈ സമയത്ത് പേരൻസിനോട് പറയാനുള്ളത്, ആൽഫ അക്കാഡമിയുടെ ഈ യൂട്യൂബ് ചാനലിലൂടെ ഓരോ ദിവസത്തെയും പുതിയ പുതിയ അപ്ഡേറ്റ്സ് നിങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിലൂടെ അലോട്ട്മെൻറ്റ് പ്രോസസ്സിങ്ങിലെ, അത് നമ്മളിപ്പോൾ കണ്ടു, ഓൾ ഇന്ത്യയുടെ MBBSൻ്റെയും BDSൻ്റെയും അലോട്ട്മെൻറ്റ് പ്രോസസ്സിങ്, ആയുഷിൻ്റെ, ICARൻ്റെ, ഓൾ ഇന്ത്യ വെറ്റിനറിയുടെ, അതുപോലെ കേരള സ്റ്റേറ്റിൻ്റെ എഞ്ചിനീയറിങ്ങിൻ്റെ 3rd അലോട്ട്മെൻറ്റ് ഇപ്പോൾ കഴിഞ്ഞു. അതിനെക്കുറിച്ചുള്ള വീഡിയോസ് എല്ലാം നമ്മൾ കണ്ടു കഴിഞ്ഞു, ഡിസ്കഷൻസ് എല്ലാം കഴിഞ്ഞു. കേരളയുടെ MBBSൻ്റെയും BDSൻ്റെയും ഫസ്റ്റ് റൗണ്ട് കംപ്ലീറ്റ് ചെയ്തു. അലൈഡ് കോഴ്സുകളുടെ സ്റ്റാർട്ട്, ഇതിൻ്റെ എല്ലാം ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സും ഏറ്റവും ഈസി ആയിട്ട് മനസ്സിലാക്കേണ്ട രീതികളും എല്ലാം നമ്മൾ ഈ ചാനലിലൂടെ തരുന്നുണ്ട്. അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിലൂടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് ഒക്കെ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും കൃത്യമായിട്ട് ലഭിക്കും. ഇനി ഇതിനോടൊപ്പം നിങ്ങൾക്കുണ്ടാകുന്ന സംശയങ്ങൾക്ക് ആൽഫയുടെ ക്യാമ്പസിലേക്ക് വിളിക്കാം. നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ ആൽഫയിലെ എക്സ്പേർട്ട് ടീം നിങ്ങളോടൊപ്പം കൂടെ ഉണ്ടാവും. ഇനി ഇതിന് ശേഷം ഇപ്പോൾ ഈ ഫസ്റ്റ് റൗണ്ട് കഴിയുന്നു, സെക്കൻഡ് റൗണ്ട് കഴിയുന്നു. സെക്കൻഡ് റൗണ്ട് കഴിഞ്ഞാൽ ഏകദേശം നമുക്കറിയാം സെപ്റ്റംബർ ഒരു 13th കൂടി ഓൾ ഇന്ത്യയുടെ സെക്കൻഡ് റൗണ്ട് വരും. കേരളയുടെ സെക്കൻഡ് റൗണ്ട് ഒരു 20th കൂടി പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 21st മുതൽ 29th ഇൻ ബിറ്റ്വീൻ സെക്കൻഡ് റൗണ്ടിലൂടെ ക്യാമ്പസുകളിൽ ജോയിൻ ചെയ്യേണ്ട ടൈം ആയിരിക്കും. അപ്പോൾ ഒരു സെപ്റ്റംബർ 13th മുതൽ സെപ്റ്റംബർ ഒരു 25th ഇൻ ബിറ്റ്വീൻ നമുക്ക് ഈ വർഷത്തെ എൻട്രൻസ് എക്സാമിനേഷനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു ക്യാമ്പസിൽ ജോയിൻ ചെയ്യാൻ സാധിക്കുമെങ്കിൽ തന്നെ ഏത് കോഴ്സാണ് എന്നൊക്കെ ഏകദേശം നമുക്കൊരു പിക്ചറിലേക്ക് എത്താൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സമയത്ത് നിങ്ങളുടെ മനസ്സിലേക്ക് ധാരാളം സംശയങ്ങൾ വരാം. എൻ്റെ മാർക്ക് വെച്ച് അല്ലെങ്കിൽ എൻ്റെ കാറ്റഗറി വെച്ച്
ഏതെങ്കിലും ഒരു കോഴ്സ് കിട്ടുമോ, ഇതിനൊക്കെ കൃത്യമായിട്ട് ഇവിടെ പറയാനുള്ള ഏറ്റവും നല്ലൊരു അഡ്വൈസ് എന്ന് പറയുന്നത് എല്ലാ അലോട്ട്മെൻറ്റ് പ്രോസസ്സിങ്ങിലും പങ്കെടുക്കുക. നമുക്ക് അർഹതപ്പെട്ടതാണെങ്കിലും അല്ലെങ്കിലും നമുക്കിഷ്ടപ്പെട്ട ഏറ്റവും നല്ല ക്യാമ്പസുകളെല്ലാം ചോയ്സ് ഫില്ല് ചെയ്തുകൊണ്ട് രജിസ്ട്രേഷൻ പ്രോസസ്സിങ്ങിൽ പങ്കെടുക്കുക. ഇനി എല്ലാ അലോട്ട്മെൻറ്റ് പ്രോസസ്സിങ്ങിൻ്റെയും ഡേറ്റുകൾ ഒരു ഡയറിയിൽ എഴുതിയിട്ടിട്ട് അതിൻ്റെ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്ത് മുന്നോട്ട് പോവുക. ഇനി ഈ സമയത്തൊക്കെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ ഡൗട്ട്സ് ഉണ്ടാകുമ്പോൾ ആൽഫയുടെ ക്യാമ്പസിലേക്ക് വിളിക്കാം. ഇതിനോടൊപ്പം ഈ അലോട്ട്മെൻറ്റ് പ്രോസസ്സിങ് തീരുന്ന സമയത്ത് വിദ്യാർത്ഥികളോട് പറയാനുള്ളത്, നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ക്യാമ്പസിലേക്ക്, മെറിറ്റിലേക്ക്, നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു കോഴ്സിന്, ഇവിടെ ഇതൊരു കോഴ്സല്ല, നമ്മുടെ ലൈഫാണ്. ഇനി നമ്മൾ ജോയിൻ ചെയ്യുന്ന ഒരു BSc നഴ്സിങ്ങിനാണെങ്കിൽ ലൈഫ് ലോങ് നമ്മൾ അറിയപ്പെടുന്നത് ഒരു നേഴ്സ് എന്നാണ്. ഇനി നമ്മളിപ്പോൾ ഒരു MBBSനാണ് ജോയിൻ ചെയ്യുന്നതെങ്കിൽ ലൈഫ് ലോങ് നമ്മളൊരു ഡോക്ടറായി കഴിഞ്ഞു. ഒരു BDS കോഴ്സിലേക്കാണ് നമ്മൾ ജോയിൻ ചെയ്യുന്നതെങ്കിൽ ലൈഫ് ലോങ് ഒരു ഡെൻ്റൽ ഡോക്ടറായി കഴിഞ്ഞു. ഇപ്പം നമ്മൾ ജോയിൻ ചെയ്യാൻ പോകുന്നത് ഒരു കോഴ്സല്ല, ഇത് നമ്മുടെ ലൈഫിൻ്റെ ഡെസിഗ്നേഷനാണ്, ഇത് നമ്മുടെ ലൈഫിൻ്റെ പ്രൊഫഷനാണ്. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു പ്രൊഫഷൻ ആയിരിക്കണം, ഇല്ലെങ്കിൽ ലൈഫ് ലോങ് ഇതൊരു ബേർഡനായി മാറും. അപ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ എൻ്റെ മാർക്ക് വെച്ചിട്ട് ഏതെങ്കിലും ഒരെണ്ണം അഡ്ജസ്റ്റ് ചെയ്തോ പഠിക്കേണ്ട ഒരു കോഴ്സ് അല്ല ഇത്. ലൈഫ് ലോങ് ഞാൻ ആരായി തീരണമെന്ന് തീരുമാനിക്കപ്പെടുന്ന ഒരു കോഴ്സ് ചൂസ് ചെയ്യുമ്പോൾ റൈറ്റ് ഡിസിഷൻസ് എടുക്കുക, ആർക്കെങ്കിലും വേണ്ടിയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാതിരിക്കുക. ഇനി ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്ന ഒരു ക്യാമ്പസും കോഴ്സും പ്രൊഫഷനും ഡെസിഗ്നേഷനും കിട്ടുന്നില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ എല്ലാവരോടും, കുട്ടികളോടും പേരൻസിനോടും പറയാനുള്ളത്, ഇതൊന്നും നമുക്ക് കഴിവില്ലാഞ്ഞിട്ടല്ല, ആ കഴിവിലേക്ക് എത്താൻ വേണ്ട രീതിയിൽ നമ്മളെ ഇമ്പ്രൂവ് ചെയ്യിപ്പിക്കാഞ്ഞിട്ടാണ്. അങ്ങനൊരു പൊസിഷനിൽ നിങ്ങളെ ഏറ്റവും മികച്ച ഒരു റിസൾട്ടിലേക്ക് എത്തിക്കാനും വെറുതെ പഠിക്കുകയല്ല, എങ്ങനെ പഠിക്കണമെന്നൊരു മെത്തേഡ് പഠിപ്പിച്ചുകൊണ്ട്, എങ്ങനെ വിജയിക്കണമെന്നുള്ളൊരു മെത്തേഡ് പഠിപ്പിച്ചുകൊണ്ട് നിങ്ങളെ വിജയത്തിലേക്ക് എത്തിക്കാൻ ആൽഫയുടെ സെപ്റ്റംബർ ഒക്ടോബർ ബാച്ച്, റിപ്പീറ്റർ ബാച്ചിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഈ സമയത്തും ഏറ്റവും നല്ല പേഴ്സണൽ അറ്റൻഷനോടെ നിങ്ങളെ വിജയത്തിലേക്ക് എത്തിക്കാൻ ആൽഫ അക്കാഡമി കൂടെയുണ്ട്. നമ്മൾ കണ്ടു ഓൾ ഇന്ത്യയുടെയും സ്റ്റേറ്റിൻ്റെയും എല്ലാ സ്റ്റേറ്റുകളുടെയും ചോയ്സ് ഫില്ലിംഗ് മെത്തേഡുകളും, അതിനോടൊപ്പം അലോട്ട്മെൻറ്റ് പ്രോസസ്സിങ്ങും, ഇതിനോടൊപ്പം കോഴ്സുകളെക്കുറിച്ചും നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആൽഫയുടെ ക്യാമ്പസിൽ വിളിക്കാം. ഈ ചോയ്സ് ഫില്ലിംഗ് ടൈമിലും അലോട്ട്മെൻറ്റ് പ്രോസസ്സിംഗ് ടൈമിലും റിപ്പീറ്റർ ബാച്ചിലൂടെയോ ഇൻ്റഗ്രേറ്റഡ് സ്കൂളിംഗ് സിസ്റ്റത്തിലൂടെയോ ഏറ്റവും മികച്ചൊരു പൊസിഷനിലേക്ക് പഠിക്കുന്ന അവസരത്തിലുമാവട്ടെ, നിങ്ങളോടൊപ്പം ആൽഫ അക്കാഡമി കൂടെയുണ്ട്. ഓൾ ദി ബെസ്റ്റ്.